അഞ്ചരക്കണ്ടിയിലെ ആ സ്വാശ്രയ ദന്തൽ കോളേജിലെ വിദ്യാർത്ഥിയായിരുന്ന ഞങ്ങളുടെ സ്വന്തം നാട്ടുകാരനായ ആ കുട്ടി മരിച്ചിട്ട് 2 മാസമായിരുന്നു. പക്ഷേ ഇപ്പോഴും ഇതിൻ്റെ പ്രധാനപ്പെട്ട പ്രതിയായ ഈ ഡോക്ടർ റാം എന്ന് പറയുന്ന ആൾ എവിടെയാണെന്ന് ആർക്കും അറിയില്ല. ഈ 1ാം വർഷ BDS വിദ്യാർത്ഥി അല്ലേ, ജാതി അധിക്ഷേപത്തെ തുടർന്ന് അയാൾ മരിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് 2 പ്രതികളെയായിരുന്നു, 2 അല്ല വേറെയും പ്രതികളുണ്ട്. അതായത് ഡോക്ടറെ കൊണ്ടായിരുന്നല്ലോ ഈ പറയുന്ന ഇവർ ഡോക്ടർ ലതയെന്നല്ലേ, ഈ ഡോക്ടർ റാമും ഡോക്ടർ ലതയും, അതുപോലെ തന്നെ വേറെ ഈ ലോൺ ആപ്പിലെ ലോണാപ്പിലെ 3-4 പേരെ പിടിച്ചല്ലോ. അത് അങ്ങ് പിടിച്ചോണ്ടവര്. ഇതിപ്പോ ക്രൈംബ്രാഞ്ച് ആണ് ഈ കേസ് അന്വേഷിക്കുന്നത്. ആദ്യം ലോക്കൽ പോലീസ് ചാർജ് ചെയ്ത കേസ് ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുന്നു. അപ്പോൾ ഈ ജൂൺ 12-നാണ് ഈ റാം എന്ന് പറയുന്ന ഡോക്ടറുടെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ വാദം കേട്ടിട്ട് തീരുമാനമെടുക്കുക. അപ്പോൾ ഇയാളെ അറസ്റ്റ് ചെയ്യരുതെന്ന് കോടതി വാക്കാൽ പറഞ്ഞിട്ടുണ്ട് എന്നാണ് പോലീസിന്റെ ഭാഷ. അന്വേഷണ സംഘം, പല അന്വേഷണ സംഘം ഉണ്ടെന്ന് തോന്നുന്നു. ഒന്ന് ഈ ലോൺ ആപ്പിന്റെ ഒരു അന്വേഷണ സംഘം ഉണ്ടെന്ന് തോന്നുന്നു. പിന്നെ അതല്ലാതെ ഈ കുട്ടിയെ പേരിൽ ജാതി ആക്ഷേപത്തിന്റെ വിഷയം കൈകാര്യം ചെയ്യാൻ വേറെ അന്വേഷണ സംഘം. 2 അന്വേഷണ സംഘമാണ്. ഈ ഒരു ക്രൈംബ്രാഞ്ച് SP-യുടെ കീഴിൽ 2 അന്വേഷണ സംഘത്തെയാണ് നിയോഗിച്ചിരിക്കുന്നത്. ഒന്ന് ഈ പറഞ്ഞ പോലെ തന്നെ ലോൺ ആപ്പും, മറ്റൊന്ന് ഈ ലോൺ ആപ്പിൽ നിന്ന് ഈ പയ്യൻ പൈസ എടുത്തിരുന്നു എന്നുള്ളത് സത്യം. ലോണാപ്പുകാരന്മാർ ജാമ്യത്തിൽ ഇറങ്ങുന്നു, പക്ഷെ അവർ അവിടെ വിട്ടുപോകാൻ പറ്റില്ലെന്നാണ്. അതെ, സംസ്ഥാനം വിട്ടുപോകാൻ, ജില്ല വിട്ടുപോകാൻ പറ്റില്ല, അങ്ങനെ എന്തോ വിഷയമുണ്ട് അവർക്ക്. ഇവ ശരിക്കും 15,000 രൂപ ലോൺ ആപ്പിൽ നിന്ന് എടുത്തിരുന്നു, വായ്പ എടുത്തു. എന്ന് പറഞ്ഞാൽ 36% പലിശ. 36% പലിശ എന്ന് പറഞ്ഞാൽ വാർഷിക പലിശയാണ്. അതായത് ഒരു മാസം 3% പലിശ. അപ്പോൾ അതിലാണ്ട് 1000 രൂപ മാത്രമേ ഇവൻ തിരിച്ചടച്ചിട്ടുള്ളൂ. ഈ അടയ്ക്കാത്തതിൻ്റെ പേരിൽ ഈ അധ്യാപകരുടെ കൂടി മൊബൈൽ ഫോണിലേക്ക് ഇവരുടെ മെസ്സേജ് വന്നു. നമ്മൾ നേരത്തെ പലതവണ പറഞ്ഞിട്ടുള്ളതാണ്, ഒരു ലോൺ ആപ്പ് എടുത്തു കഴിയുമ്പോൾ ഏറ്റവും വലിയ പ്രശ്നമെന്ന് പറഞ്ഞാൽ നമ്മുടെ കോണ്ടാക്ട്സിലേക്ക് അവർക്ക് ആക്സസ് കൊടുത്ത് മാത്രമേ നമുക്ക് ലോൺ ആപ്പിൽ നിന്ന് ലോൺ എടുക്കാൻ സാധിക്കൂ. നമ്മുടെ ആ ഡാറ്റയിലേക്ക് നമ്മൾ അവരുടെ ആപ്പിൽ നമ്മളൊരു ആക്സസ് കൊടുക്കുന്നു. ആ ആക്സസ് വഴി കയറുന്ന അവർ ആദ്യം നമുക്ക് ജാമ്യമൊന്നുമില്ലാതാണ് ഈ പൈസ തരുന്നത്. ഒരു ജാമ്യമില്ല. മാത്രമല്ല ഇതിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ നമ്മളെ സകല സോഷ്യൽ മീഡിയ കാര്യങ്ങളിലേക്കും അവർ ആക്സസ് ആവും. അതെ, നമ്മളെ മുഴുവൻ കാര്യങ്ങളിലും അവർ പിടിമുറുക്കും. അതാണ് അവരുടെ ബലം. പിന്നീട് നാളെ അവർക്ക് നമ്മളോട് വിലപേശാനോ അല്ലെങ്കിൽ നമ്മളെ ബ്ലാക്ക് മെയിൽ ചെയ്യാനോ നമ്മളെ വിരട്ടി പൈസ വാങ്ങിക്കാനോ ഒക്കെ തന്നെ ചൂഷണം ചെയ്യാൻ തക്ക വിധത്തിലുള്ളതാണ് ഈ ആപ്പിൻ്റെ ഒരു രീതി. അതെ, അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ പ്രകാരം എടുത്തു കഴിഞ്ഞിട്ട് ഈ പൈസ ഇവൻ 1000 രൂപയാണ് തിരിച്ചടച്ചിട്ടു. ബാക്കിക്ക് പൈസ കിട്ടാൻ വന്നപ്പോൾ അവർ ഈ അധ്യാപകർക്ക് മെസ്സേജ് അയച്ചു. അങ്ങനെയാണ് ഇവർ പ്രിൻസിപ്പലിൻ്റെ മുറിയിൽ വിളിച്ചു വരുത്തി ഇവനോട് ഈ കാര്യങ്ങളെക്കുറിച്ച് ചോദിക്കുന്നതും. അങ്ങനെയാണ് ഇയാൾ ആത്മഹത്യ ചെയ്യുന്നത്. ഈ ആത്മഹത്യയ്ക്ക് ശേഷമാണ് ഈ ജാതി അധിക്ഷേപം എന്നുള്ള ഒരു രീതിയിലേക്ക് നിതിൻ രാജിൻ്റെ ജാതി പറഞ്ഞ് ആക്ഷേപിച്ചിരുന്നു, അയാളെ നിറത്തിൻ്റെ പേരിൽ ഈ റാം ആക്ഷേപിച്ചിരുന്നു എന്നൊക്കെ പറഞ്ഞ് അയാളെ ബോഡി ഷേമിങ് നിരന്തരമായി നിതിൻ രാജിനെ ഈ റാം നടത്തുന്നുണ്ടായിരുന്നാണ് പറയപ്പെടുന്നത്. ഇയാൾ നേരത്തെയും മറ്റു പല കുട്ടികളോട് ഇതേ രീതിയിൽ ഇമാതിരി പെരുമാറിയിട്ടുണ്ടെന്ന്, വളരെ മോശമായ രീതിയിൽ ഇയാൾ നേരത്തെ ജോലി ചെയ്തിരുന്ന കോളേജിലൊക്കെ തന്നെ വിദ്യാർത്ഥികളോട് മോശമായ പെരുമാറിയ കുറ്റത്തിന് ഇയാളോട് നിന്ന് പുറത്താക്കപ്പെട്ട ആളാണെന്നൊക്കെ ഉള്ള വാർത്തകൾ പിന്നീട് പുറത്തു വന്നിരുന്നു. ഇയാൾക്ക് എന്തോ ദന്തൽ ക്ലിനിക്കോ മറ്റോ ഉണ്ടായിരുന്നു. അതല്ല SFIക്കാരിൽ നിന്ന് അടിച്ചു തീർക്കുകയും അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാകുകയും ചെയ്തു. അപ്പോൾ ഈ റാമിനെ സംബന്ധിച്ചുള്ള റാമിനെ കുറിച്ച് ഒരു കുട്ടിക്കും ഇതില്ല, നല്ല അഭിപ്രായമില്ല, മോശം അഭിപ്രായമാണുള്ളത് ഇയാളെ കുറിച്ച്. വളരെ മോശം അഭിപ്രായമാണ്. ഇയാളുടെ പെരുമാറ്റം ആന്ധ്രാക്കാരനോ അങ്ങനെ എന്തോ എന്ന് പറയുന്നു. പക്ഷേ ഇതിനകത്ത് ഏറ്റവും വലിയ ട്വിസ്റ്റ് ഉണ്ടായത് എന്താണെന്ന് ചോദിച്ചാൽ, ഈ SC/ST അട്രോസിറ്റീസ് പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്തപ്പോൾ അയാൾ ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യത്തിന് ചെന്നത്, ഹൈക്കോടതിയിലല്ല താഴത്തെ കോടതിയിലാണ്. SC/ST കോടതി എന്ന് പറഞ്ഞാൽ ജില്ലയിൽ. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഇയാൾ ഞാൻ SC/ST ആണെന്നും പറഞ്ഞാണ്. അത് ശരിയാണോ എന്നുള്ള ഇപ്പോഴും സംശയം ഉണ്ടെന്നാണ്. കാരണം ഇയാൾ മലയാളിയല്ല, ഇയാൾ മറ്റേ സംസ്ഥാന ആന്ധ്രയിലും അവിടെ കണ്ടുള്ള ഒരാളാണ്. അപ്പോൾ ഇത് ശരിക്കും ഇത് സത്യമാണോ എന്നുള്ള കാര്യം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഇയാൾ ഷെഡ്യൂൾഡ് കാസ്റ്റ് അല്ലെങ്കിൽ ഷെഡ്യൂൾഡ് ട്രൈബിൽപ്പെട്ട ആൾ തന്നെയാണോ എന്നുള്ള കാര്യം ആദ്യം വെരിഫൈ ചെയ്യണം. അല്ല, അത് അങ്ങനെ ചുമ്മാ പറയാൻ പറ്റില്ല. മതിയായ രേഖകൾ കാണിക്കണം, അതും പ്രത്യേകിച്ച് കോടതിയുടെ മുമ്പ്. അതെ, അപ്പോൾ സ്വാഭാവികമായിട്ട് കോടതി അതൊക്കെ പരിഗണിക്കുന്നുണ്ടാവും. അപ്പോൾ ഇനിയിപ്പം ഈ പറയുന്നതെല്ലാം ആരോപണങ്ങളാണ്. ഈ കുട്ടിയോടെയുള്ള ജാതിപരമായിട്ട് അധിക്ഷേപിച്ചു, അതിൻ്റെ ആരോപണങ്ങളാണ് ഈ വരുന്നത്. ഷേമിങ് നടത്തി. അപ്പോൾ പിന്നെ ഇതിനകത്തൊരു പ്രശ്നമുള്ളത്, ഈ കോടതിയുടെ മുന്നിൽ വരുന്നുണ്ടേ ഇയാൾ ഇത് SC/ST വിഭാഗത്തിൽപ്പെട്ട ആളാണെങ്കിൽ ആ വകുപ്പ് ഓട്ടോമാറ്റിക്കലി ഇല്ലാതെ. അതെ, SC/ST സമുദായത്തിൽപ്പെട്ട ഒരാൾ അതേ സമുദായത്തിൽപ്പെട്ട വേറൊരാളെ അധിക്ഷേപിച്ചു എന്ന് ഒരിക്കലും
നിലനിൽക്കുന്ന ഒരു സംഭവമല്ല. പക്ഷേ ജാതീയമായി ആക്ഷേപിച്ച അല്ലെങ്കിൽ എന്നുള്ളത് ഉപരി ഒരു വിദ്യാർത്ഥിയെ നിരന്തരം മാനസികമായി ഹരാസ് ചെയ്തു എന്നുള്ളൊരു വകുപ്പ് അപ്പോഴും അവിടെ നിലനിൽക്കാമല്ലോ അല്ലേ? ജാതി പറഞ്ഞ മാത്രമല്ല, അല്ലാതെ നിരന്തരം ഇയാൾ അധിക്ഷേപിക്കുമായിരുന്നല്ലേ പറയുന്നത്. ബോഡി ഷേമിങ് ഒരു കുറ്റം തന്നെയാണ്. ഒരാളുടെ ശാരീരികമായ കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അധിക്ഷേപിക്കുക എന്ന് പറയുന്നത് വളരെ മോശമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അപ്പം അങ്ങനെ ഇപ്പോൾ ഇയാളും ഷെഡ്യൂൾഡ് കാസ്റ്റുകാരൻ തന്നെയാണ് എന്നുള്ള ഒരു കൃത്യമായ തെളിവ് ഹാജരാക്കുകയാണെങ്കിൽ ഇയാളെ വലിയ ഇനിയും വകുപ്പുണ്ടല്ലോ ചേർക്കാൻ. പക്ഷേ ഇതിനകത്ത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം പോലീസിൻ്റെ മുന്നോട്ടുള്ള പോക്ക് ഒരിക്കലും ഇത് അധ്യാപകരുടെ പീഡനം അല്ല എന്നുള്ള രീതിയിലാണ്. അത് ആദ്യം തന്നെ പോലീസിൻ്റെ ഒരു നിലപാട് അങ്ങനെയാണ്. അതുകൊണ്ട് തന്നെയാണ് അവർ ഒരു കേസ് അന്വേഷിക്കാൻ, ഒരു ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ ജാതി അധിക്ഷേപ കേസ് അന്വേഷിക്കാൻ ഒരാളെ നിയോഗിച്ചപ്പോൾ തന്നെ സമാന്തരമായി ഈ ലോൺ ആപ്പിനെ കുറിച്ചുള്ള അന്വേഷണം ഇതുവരെ പോലീസിന് കിട്ടിയ തെളിവുകൾ പ്രകാരം ഒരു CCTV ദൃശ്യങ്ങൾ വരെ സഹിതം ഉള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഈ ലോൺ ആപ്പിൽ നിന്ന് ഉള്ള ലോൺ തന്നെയാണ്. കാരണം അതിനെക്കുറിച്ച് ചോദ്യം ചെയ്തതിന് ശേഷമാണ് ഇദ്ദേഹം പോയി ആത്മഹത്യ ചെയ്യുന്നത്. അല്ലാതെ ഇയാൾ ജാതിപരമായി അധിക്ഷേപിച്ചതിൻ്റെ മനോവിഷമത്തിലല്ല പെട്ടെന്നുണ്ടായ പ്രകോപനം എന്ന് പറയുന്നത് ഇത് തന്നെയാണ്, ഈ ലോൺ ആപ്പിലെ ലോണ് തന്നെയാണ്. മാത്രം പ്രിൻസിപ്പലിന്റെ മുറിയിൽ വിളിച്ച് അധ്യാപകരെല്ലാം കൂടെ ഒരുമിച്ചിരുന്നുകൊണ്ട് ഇയാളെ ചോദ്യം ചെയ്യുന്ന അവിടെ CCTVക്ക് ക്യാമറയുള്ള CCTV. അപ്പോൾ അതിനകത്ത് കാര്യങ്ങൾ വ്യക്തമാണ്. അപ്പോൾ അതൊക്കെ കൊണ്ട് തന്നെയാണ് ഈ ലത എന്ന് പറയുന്ന ഒരാൾക്ക് ജാമ്യം കിട്ടിയത്. പിന്നെ ഇദ്ദേഹത്തിൻ്റെ പുറത്ത് ഈ ജാതി അധിക്ഷേപം തന്നെ ആരോപിച്ചു. പിന്നെ ഈ കുട്ടികളോട് മോശമായി പെരുമാറുന്ന കുട്ടികൾക്ക് ഈ അധ്യാപകനോടൊരു വിരോധമുണ്ടെങ്കിൽ ആ രീതിയിൽ ആ സമയം കിട്ടുന്ന സമയം വിനിയോഗിക്കാൻ നമ്മുടെ കുട്ടികൾ ശ്രമിക്കും എന്നുള്ളത് സ്വാഭാവികമാണ്. അല്ല, അങ്ങനെ സംശയിക്കാനുള്ളൊരു സാഹചര്യം അവിടെ ഉണ്ട്. അതുവരെ ഉണ്ട്. അപ്പോൾ അത് ഓക്കെയാണ്. പക്ഷേ അതിലൊക്കെ ഉപരിയായിട്ട് പോലീസിന് എനിക്ക് തോന്നുന്നു എന്തൊക്കെയോ നല്ല ലീഡുകൾ കിട്ടിയിട്ടുണ്ട്. അത് പക്ഷേ ഇപ്പോഴത്തെ ജനസമൂഹത്തിൻ്റെ മുമ്പിലേക്ക് അത് ആ രീതിയിൽ പറഞ്ഞാൽ പോലീസിനെയൊക്കെ പ്രതിക്കൂട്ടി നിർത്തിക്കൊണ്ട് രൂക്ഷമായ സൈബർ ആക്രമണം നേരിടേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഈ സൈബർ ആക്രമണം ഉള്ളതുകൊണ്ട് പുതിയതായിട്ട് ഒരുപാട് പേര് ഇത് പറയാൻ മടിക്കുന്നുണ്ട്. പക്ഷേ ഈ പറയുന്ന ഡോക്ടർ റാമിന് രക്ഷപ്പെടാൻ പോലീസ് അനുവദിച്ചു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട. അയാൾക്ക് വളരെ ഈസി ആയിട്ട് രക്ഷപ്പെടാൻ പറ്റി. അയാൾ സുഖമായി, എന്തായാലും അയാൾക്ക് ഈ സംസ്ഥാന അതിർത്തി കടക്കണമെങ്കിൽ പോലും നമ്മുടെ പോലീസ് വിചാരിച്ചാൽ തടയാമായിരുന്നു. എങ്ങനെ പോയാൽ ഏത് വഴി റോഡ് മാർഗോ ട്രെയിനിലോ ഫ്ലൈറ്റിലോ എന്ത് പോയാലും അയാളെ പിടിക്കാനുള്ള മാർഗം ഉണ്ടായിരുന്നു. പക്ഷേ അതിന് അയാൾക്ക് ആവശ്യമുള്ള സമയമാണ് വെച്ച് കൊടുത്തത്. പലപ്പോഴും നമ്മൾ കുറേ നാൾ മുമ്പ് കഴിഞ്ഞ രണ്ടാം പിണറായി സർക്കാരിൻ്റെ കീഴിൽ നടന്ന ഒരുപാട് സംഭവങ്ങളിൽ പ്രതികൾക്ക് രക്ഷപ്പെടാനുള്ള എല്ലാ അവസരവും പോലീസ് ഒരുക്കി കൊടുക്കുന്നുണ്ടായിരുന്നു. അവർക്ക് തെളിവ് നശിപ്പിക്കാനാണെങ്കിലും അവർക്ക് രക്ഷപ്പെടാനാണെങ്കിലും എല്ലാ സാഹചര്യവും അന്ന് പോലീസ് ഒരുക്കി കൊടുക്കുന്നുണ്ടായിരുന്നു. അതൊരു സത്യമാണ്. ഇപ്പോൾ ഇവർ പറഞ്ഞിരിക്കുന്ന ഇദ്ദേഹത്തിന് കോടതി അറസ്റ്റ് ചെയ്തതെന്ന് വാക്കാൽ പറഞ്ഞിട്ടുണ്ടെന്ന്. പക്ഷേ അങ്ങനെ വാക്കാൽ ഒരു ഉത്തരവായിട്ട് എങ്ങോട്ട് പറഞ്ഞതായിട്ട് നമ്മൾ ഇതുവരെ എങ്ങും കേട്ടില്ല. സാധാരണ ഈ നോട്ട് അറസ്റ്റ് കൊടുക്കുമ്പോൾ ഒരു ഉത്തരവ് പതിവുള്ളതാണ്. നോട്ട് അറസ്റ്റ് പറയുമ്പോൾ അല്ലെങ്കിൽ അത് കർശനമായിട്ട് PP കൊടുക്കും, PP മുഖേന SP കൊടുക്കും. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു രീതി വരുന്നത്. അപ്പോൾ പോലീസും അന്വേഷണ സംഘവും പറയുന്നത് അങ്ങനെ ഒരു സംഭവം ഞങ്ങൾക്ക് വന്നിട്ടില്ല. പക്ഷെ ഇന്ന് 2 മാസത്തേക്ക് പയ്യൻ മരിച്ചിട്ട് ഇന്ന് 2 മാസം. നിതിൻ രാജിന്റെ മരണത്തിന് ഇന്ന് 2 മാസം. പിന്നീട് നടന്ന ഹർത്താൽ വലിയ വിവാദമായിരുന്നു. ദളിത് സംഘടനകളൊക്കെ വളരെ സജീവമായി പങ്കെടുക്കുകയും ഒക്കെ ചെയ്തിരുന്നതാണ്. പക്ഷേ ഇപ്പോൾ ആരും ഒന്നും മിണ്ടുന്നില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും ദുഃഖകരമായ കാര്യം. ഇപ്പോൾ സംഘടനകളോ പ്രസ്ഥാനങ്ങളോ ആരും നമ്മുടെ നാട്ടിൽ പ്രതിസന്ധി ഇതാണ്. സത്യത്തിൽ ആ ഹർത്താൽ വന്നതോടെ ഈ പ്രക്ഷോഭം വഴിതിരിഞ്ഞു പോവുകയാണ്. അതെ സത്യത്തിൽ പറഞ്ഞ അല്ലേ? കാരണം ഈ ഹർത്താലിന് ഇവർ ഇറങ്ങുകയും വളരെയധികം ആൾക്കാരെ ആക്രമിക്കുകയും ആശുപത്രി പോകാൻ വന്ന ക്യാൻസർ പേഷ്യന്റിനെ തടഞ്ഞു നിർത്തുകയും കുറേ പേര് ജയിലിൽ പോവുകയൊക്കെ ചെയ്തതോടെ അവസാനം നിതിൻ രാജിന്റെ മരണം എന്നതിനേക്കാൾ ഉപരി ഈ ഹർത്താൽ, ദളിത് ഹർത്താലിനോട് അയിത്തം എന്തിനെന്നുള്ള രീതിയിലോട്ടുള്ള ഒരു ഭാഗം വരുന്നു. കുറച്ചുപേര് ഹർത്താൽ ശരിയല്ല എന്ന് പറയുന്നു. ഇത് വലിയ തർക്കത്തിലേക്ക് അവസാനം എത്തി. അല്ല, ഇത് മാറിപ്പോയി. ഇതിന്റെ അത് ശരിയാറിപ്പോയി. അവസാനം ഈ നിതിന്റെ അച്ഛന് പോലും ഇത് തള്ളിപ്പറയേണ്ടി വന്നു. നിർത്താൻ പറഞ്ഞു. ഹർത്താൽ അവസാനിപ്പിക്കാൻ അദ്ദേഹം ഇറങ്ങി അവസാനം ആവശ്യപ്പെടേണ്ടി വന്നു. അതെ, അങ്ങനെയൊക്കെ വേണ്ടി വന്നു. എന്താണെങ്കിലും അതെ. പക്ഷേ നമ്മൾ ഈ കൂട്ടത്തിൽ നമ്മൾ ഓർക്കേണ്ട ഒരാളും കൂടെ ഉണ്ട്, സിദ്ധാർത്ഥൻ്റെ. അത് ഞങ്ങളെല്ലാം രണ്ടുപേരും നാട്ടുകാരാണ്. പൂക്കോട് വെറ്റിനറി കോളേജിൽ അത് പുനരന്വേഷണം നിർബന്ധമായി നടത്തണം. ഈ അന്നത്തെ SFIക്കാരെ കസ്റ്റഡിയിലെടുത്ത് കൃത്യമായി നല്ല അന്വേഷണ സംഘത്തെ ഉപയോഗിച്ചുകൊണ്ട് ചോദ്യം ചെയ്യുകയും ഇതിനെന്താണ് അടിസ്ഥാന കാരണം എന്നുള്ള കാര്യം നിർബന്ധമായി അന്വേഷിക്കണം. കാരണം അയാൾ ആത്മഹത്യയാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. വളഞ്ഞു വെച്ച് വിചാരണ നടത്തി നേരെ പറയുന്നത് ആൾക്കൂട്ട വിചാരണയായിരുന്നു. SFIയുടെ വലിയ നേതാക്കൾ പലരും അന്നവിടെ ഉണ്ടായിരുന്നു. രാത്രി ഒരു കഞ്ചാവ് അടിക്കാൻ വേണ്ടി ചെന്നായിരിക്കും ചിലപ്പോൾ. അവരെല്ലാവരും അവിടെ ഉണ്ടായിരുന്നു പലരും. അപ്പോൾ അത് ആ ഒരു അവസ്ഥ നമ്മൾ അന്വേഷിക്കണം. ഇവരൊക്കെ സ്വയബോധത്തോടെ തന്നെയാണ് ഈ കുട്ടി ഇത്രയും കൈകാര്യം ചെയ്യുന്നത് സംശയിക്കേണ്ടത്. കാരണം ഇവർക്ക് എല്ലാവർക്കും ഇപ്പോൾ ഈ മയക്കുമരുന്ന് അടിയുള്ളതുകൊണ്ട്, കച്ചവട ഉപയോഗം ഉള്ളതുകൊണ്ട് തന്നെ ചിലപ്പോൾ അങ്ങനെ ഈ സിദ്ധാർത്ഥനെ ആക്രമിച്ചാൽ അല്ലാതെ ആരറിഞ്ഞു. പിന്നെ അന്നത്തെ പോലീസും അന്നത്തെ എല്ലാ സംവിധാനങ്ങളും SFIക്ക് അനുകൂലമായിരുന്നുകൊണ്ടാണ് വലിയ തോതിൽ പ്രശ്നം. ഇപ്പോൾ ആരും അതേക്കുറിച്ച് മിണ്ടുന്നില്ല. സിദ്ധാർത്ഥന് എന്ത് സംഭവിച്ചു എന്നുള്ളതിനെ കുറിച്ച് ഇപ്പോഴും ആരും ഒന്നും അതെ, അതും അന്വേഷിക്കേണ്ടതാണ്. ഇപ്പം നിതിൻ രാജ് ആണെങ്കിലും
സിദ്ധാർത്ഥനാണെങ്കിലും അതാണെങ്കിലും. ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച 2 കുട്ടികളാണ്. അവരുടെ അന്വേഷണം, അവരുടെ മരണത്തെക്കുറിച്ചുള്ള അന്വേഷണം ഈ സർക്കാർ ഏറ്റെടുത്ത് നീതിപൂർവമായി നടപ്പാക്കണം എന്നാണ് പൊതുവിൽ ഉയരുന്ന ഒരു വികാരം.